ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് നാം ഇന്ന് ആരംഭിക്കുക. പരമ്പരാഗതമായി നവംബർ മാസം മരിച്ചവരെ ഓർമ്മിക്കുന്ന ഒരു വിശ്വാസം സഭയിലുണ്ട്. പൗരസ്ത്യ സഭകൾ അത് നോമ്പിൻ്റെ തലേ വെള്ളിയാഴ്ചയാണ് മരിച്ചവരെ ഓർമ്മിക്കുന്നത് എങ്കിലും ഈ നവംബർ മാസത്തിൽ മരിച്ചവരെ ഓർമ്മിക്കുന്ന സാർവത്രിക സഭയുടെ കാഴ്ചപ്പാട് പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിൽ മരിച്ചവരെക്കുറിച്ചുള്ള വിചിന്തനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ പഴയ വേദപാഠ ചിന്തകളിൽ നിന്ന് ബാൾട്ടിമോർ കാറ്റക്കിസം ഇങ്ങനെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് മതബോധനം നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. നിന്നെ സൃഷ്ടിച്ചത് ആര് എന്ന് തുടങ്ങുന്ന സുന്ദരമായ മതബോധന ഗ്രന്ഥം. ആ മതബോധന ഗ്രന്ഥത്തിലെ ഒരു ചോദ്യമാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങൾ ഏവ. മനുഷ്യൻ്റെ അന്ത്യങ്ങളായി അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് മരണം, വിധി, സ്വർഗം, നരകം. ഇത് നാലുമാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഈ മതബോധന ഗ്രന്ഥമനുസരിച്ച്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ അന്ത്യം എന്ന് പറയുന്നത് മരണം അവൻ്റെ അന്ത്യമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സ്വർഗത്തിലും നരകത്തിലും ഒരേ സമയത്ത് മനുഷ്യൻ പോകുന്നില്ല. അതുകൊണ്ടും മനുഷ്യൻ്റെ അന്ത്യങ്ങളെ എണ്ണുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. മരണം ഒരു അന്ത്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ വിധി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരന്ത്യമല്ല, നാം അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. ആ വിധിയിലൂടെ നാം സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ എത്തുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എത്ര എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുക. മനുഷ്യൻ തൻ്റെ മരണത്തോടനുബന്ധിച്ച് കടന്നു പോകേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെയാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ അന്ത്യമായ മരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുക. ക്രൈസ്തവന്റെ മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു ജീവി മരിക്കുന്നത് പോലെ അല്ല യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിക്കുന്നത്. മറിച്ച് ഈശോയുടെ മരണം രക്ഷാകരമായിരുന്നത് പോലെ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ മരണവും രക്ഷാകരമാണ് എന്നുള്ള സത്യമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ അപ്പസ്തോലൻ ഈ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മരിച്ച് ക്രിസ്തുവിനോടൊത്ത് ആയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണത്തെ എത്ര സുന്ദരമായിട്ടാണ് അപ്പസ്തോലൻ നിർവചിക്കുന്നത് എന്ന് ചോദിക്കുക. നമ്മുടെ ഈ ഒരു ശരീരത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുകയും കർത്താവായ ഈശോയോട് അടുത്തിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് മരണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഭീതിയോടെ, ആശങ്കയോടെ മനുഷ്യൻ പരാമർശങ്ങൾ നടത്തുന്നു എന്നത് സത്യമാണ്. നമുക്കെല്ലാവർക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആകുലതയുണ്ട്. പെട്ടെന്ന് ഒരു ഗുരുതരമായ രോഗം നമ്മിലുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളാകെ നിരാശപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ വിശുദ്ധന്മാർ മരണത്തെ എത്രയോ സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ സഹോദരി മരണമേ വന്നാലും എന്ന് പറഞ്ഞ് മരണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ കുമ്പസാരക്കാരൻ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് ചോദിച്ചു, മരണത്തിനൊരുക്കമായി നീ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു? കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞു, എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാനതെല്ലാം എത്രയോ പണ്ടേ ഉപേക്ഷിച്ചതാണ്. മരണത്തിനൊരുക്കമായി ഇനി പ്രത്യേകിച്ച് ഒന്നും ഉപേക്ഷിക്കാൻ എനിക്കില്ല എന്ന് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം ആർക്കാണ് ഭീതിജനകമാകുന്നത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടൊത്ത്
അവൻ്റെ പ്രബോധനങ്ങൾക്കനുസൃതം ജീവിക്കാത്തവർക്ക് കർത്താവായ ഈശോയെ സത്യമായും വ്യക്തിപരമായും നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർക്ക് മരണം ഒരു കടന്നുപോകലാണ്. ഈ ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്ന് നിത്യതയിലേക്കുള്ള വാതായനമായി മരണം വർത്തിക്കുന്നു എന്ന സത്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിശ്വാസി മരണത്തെ കാണുന്നതും അവിശ്വാസി മരണത്തെ കാണുന്നതും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. വിശ്വാസമാണ് കാഴ്ചയ്ക്ക് പൂർണ്ണത നൽകുന്നത് എന്ന് നമുക്കറിയാം. ഒരേ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരേ കണ്ണുകൊണ്ട് നമ്മൾ പകല് ഒരു കാര്യം കാണുന്നതും രാത്രിയിൽ ഒരു കാര്യം കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പകലൊരു കാര്യം കാണുമ്പോൾ നമുക്ക് കൃത്യമായും വ്യക്തമായും വെളിച്ചത്തിൽ കാണുമ്പോൾ അറിയാം, ഓക്കെ, ഇത് ഇന്ന കാര്യമാണ്. അതേസമയം ഇരുട്ടത്ത് നമ്മൾ തപ്പിത്തടഞ്ഞു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു നിഴല് അത് പാമ്പാണോ കയറാണോ ഏതെങ്കിലും മറ്റ് വള്ളിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നത് സത്യം. അതായത് വിശ്വാസമാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വെളിച്ചം നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് വിശ്വാസം കൊണ്ട് മരണത്തെ നോക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ നമുക്കുള്ള ധാരണ എന്താണ്? മരണം എന്നത് നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് പോയി. ശരീരം ഇവിടെ മണ്ണിൽ സംസ്കരിക്കപ്പെടുന്നു, അവിടെ അത് അഴുകി ഇല്ലാതാവും. ഫലത്തിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്കൊരു പിടുത്തവും കിട്ടാറില്ല സാധാരണഗതിയിൽ. ആത്മാവ് എന്ന് പറയുമ്പോൾ ചിലർ പറയും അതൊരു വെളിച്ചമാണ്, നമ്മുടെ ശരീരത്തിൽ നിന്നൊരു വെളിച്ചം വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു കാറ്റാണ് അതങ്ങ് ഉയർന്നു പോയി, ഒരു ശക്തിയാണ് എന്നൊക്കെയാണ് ആത്മാവിനെ കുറിച്ച് പലപ്പോഴും പല വിവരണങ്ങളിലും കാണുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ശരീരവും ആത്മാവും ചേർന്ന ഒരൊറ്റ വ്യക്തിത്വമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, മനുഷ്യൻ എന്ന വ്യക്തിയാണ് മരിക്കുന്നതും ആ വ്യക്തിയാണ് ദൈവസന്നിധിയിലേക്ക് വിധി കേൾക്കാനായി പോകുന്നതും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്ലേറ്റോണിക് ചിന്തയാണ് ശരീരവും ആത്മാവും പരസ്പര വിരുദ്ധമായ രണ്ട് സത്യങ്ങൾ. ശരീരത്തിൻ്റെ തടവറയിൽ പെട്ടുപോയ ആത്മാവ് ഇതിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ്ലേറ്റോ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു ദ്വന്ദ്വവാദമാണ്. ശരീരവും ആത്മാവും രണ്ട് യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. ശരീരവും ആത്മാവും ചേർന്ന ഒരൊറ്റ വ്യക്തിത്വമാണ് മനുഷ്യൻ. മരിക്കുന്നത് മനുഷ്യൻ എന്ന വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നാം തിരിച്ചറിയണം. തീർച്ചയായും ആ വ്യക്തിയുടെ ശരീരം ഇവിടെ ശേഷിക്കുമ്പോഴും ആ വ്യക്തിയുടെ ആത്മാവ് എന്ന് പറയുന്നത് വെറും ഒരു കാറ്റോ ഒരു വെളിച്ചമോ ഒരു ശക്തിയോ അല്ല, മറിച്ച് എൻ്റെ ആത്മാവ് മരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ഞാൻ എന്ന വ്യക്തിയാണ് ദൈവസന്നിധിയിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിലെത്തുന്ന ആ വ്യക്തിക്ക് പ്രത്യക്ഷ ശരീരമില്ല എങ്കിൽ പോലും ഞാൻ എന്ന വ്യക്തിയെ സമ്പൂർണമായി പ്രതിനിധാനം ചെയ്യാനുള്ള എല്ലാ കഴിവുകളുമുണ്ട് എന്നത് തന്നെയാണ് തിരുസഭയുടെ പഠനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അൽഫോൻസാമ്മയുടെ ആത്മാവ് സ്വർഗത്തിലെത്തി എന്നല്ല നമ്മൾ പറയുന്നത്, അൽഫോൻസാമ്മ സ്വർഗസ്ഥയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മറിയന്ത്രേസ്യാമ്മ സ്വർഗത്തിലെത്തി എന്ന് നമ്മൾ പറയുന്നു. ആ വ്യക്തിയാണ് സ്വർഗത്തിലെത്തിയത്. ആ വ്യക്തിയുടെ ഒരു ശക്തിയോ ആ വ്യക്തിയിൽ നിന്ന് ഉയർന്ന ഒരു കാറ്റോ ഒന്നുമല്ല സ്വർഗത്തിലെത്തിയിരിക്കുന്നത്. ആ വ്യക്തി തന്നെ സ്വർഗത്തിലെത്തുകയാണ്. അതുകൊണ്ട് ശരീരം താൽക്കാലികമായി നമ്മളിൽ നിന്ന് വേർപിരിയുന്നു എങ്കിലും ഞാൻ എന്ന വ്യക്തിയുടെ സമഗ്രതയാണ് ആത്മാവ് എന്ന പദത്തിൽ വിവക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തുന്നത് എന്നുള്ളത് നാം മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തെത്തുമ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാറ്റോ ഒരു ശക്തിയോ മാത്രമാണ് എങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ശാരീരിക അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ ശരിയായ
അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മരിക്കുന്നത് മനുഷ്യ വ്യക്തിയാണ്, ദൈവസന്നിധിയിലേക്ക് എത്തുന്നതും മനുഷ്യ വ്യക്തിയാണ് എന്നുള്ള സത്യം നമ്മൾ പഠിക്കണം. ഇതേക്കുറിച്ച് 1992 അന്തർദേശീയ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രബോധന രേഖയുണ്ട്. പരിശുദ്ധ പിതാവ് നിയോഗിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ ഇതേക്കുറിച്ച് വളരെ വിശദമായ പ്രബോധനം നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ പഠനത്തിന് വേണ്ടി ആ പ്രബോധന രേഖ വായിക്കാവുന്നതാണ്. ഇൻ്റർനാഷണൽ തിയോളജിയൻസ് സ്റ്റഡി റിപ്പോർട്ട് എന്ന പേരിൽ 92 നിങ്ങൾക്ക് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധന രേഖ വായിക്കാം. പഴയ നിയമത്തിലേക്ക് തിരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷ, അതാണ് മരണം. പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശമ്മാശന്മാർ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ആദി മാതാപിതാക്കൾ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് മരണമുണ്ടാകുമായിരുന്നില്ലേ? ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയിൽ മരണം ഉണ്ടാകുമായിരുന്നില്ലേ? ആദവും ഹൗവായും മരിക്കുമായിരുന്നില്ലേ എന്നതാണ് ഒരു ചോദ്യം. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം, പാപത്തിലൂടെ മരണം ലോകത്തേക്ക് രംഗപ്രവേശം ചെയ്തു എന്നൊക്കെയുള്ള തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ് താനും. ആദിമാതാപിതാക്കൾ ദൈവത്തിൽ എത്തിച്ചേരേണ്ടവർ തന്നെയാണ്. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് തന്നിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ദൈവം ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് മരണം എന്നത് പാപമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മരണമായിരിക്കാൻ സാധ്യതയില്ല. മറിച്ച് ആദിമാതാപിതാക്കൾ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിലും അവർ രൂപാന്തരപ്പെട്ട് മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ, ആ വാതായനത്തിലൂടെ കടന്ന് ദൈവൈക്യത്തിൽ എത്തിച്ചേരേണ്ടവരായിരുന്നു എന്ന സത്യം നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ മരണത്തോടനുബന്ധിച്ച് ഇന്ന് നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾ, ഭീതികൾ, വേദനകൾ, ആകുലതകൾ, കണ്ണുനീരുകൾ, ഇതൊക്കെ പാപത്തിൻ്റെ ഫലമായി മരണത്തോട് ചേർക്കപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ വസ്തുതാപരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരണശേഷം എല്ലാ ആത്മാക്കളും പാതാളത്തിൽ, ഷെയോൾ എന്ന് ഹീബ്രുവിൽ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. ഈ ഷെയോളിന് 2 തട്ടുകളുണ്ട്. ഒന്ന് ദുഷ്ടന്മാര് ഇടുന്ന സ്ഥലം, മറ്റൊന്ന് നീതിമാന്മാരെ സൂക്ഷിക്കുന്ന സ്ഥലം. ആ നീതിമാന്മാരെ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറുദീസ എന്നും അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എന്നും ഒക്കെയുള്ള പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ദുഷ്ടന്മാരെ ഇടുന്ന സ്ഥലം അത് ഗെഹന്ന, കഠിനമായ അഗ്നിയുടെയും പീഡകളുടെയും സ്ഥലമായി യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും ശരി, വിവിധ തരത്തിലുള്ള മരണത്തെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നു. ഒന്ന് ശാരീരിക മരണം, അത് വിശദീകരണം കൂടാതെ നമുക്കറിയാവുന്നതാണ്. മറ്റൊന്ന് ആത്മീയമായ മരണത്തെക്കുറിച്ച് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ ആത്മീയ മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കൽ പ്രകാശം സ്വീകരിക്കുകയും, ഒരിക്കൽ പ്രകാശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച് ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഒരിക്കൽ പ്രകാശം സ്വീകരിക്കുകയും ദൈവീക രഹസ്യങ്ങളുടെ അന്തസത്തയും നിത്യജീവൻ്റെ സ്വാദ് അനുഭവിക്കുകയും ചെയ്ത വ്യക്തികൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ അവരുടെ മാനസാന്തരം സാധ്യമല്ല. കാരണം എന്താണ്? അവർ കർത്താവായ ഈശോയെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് തിരുവചനം പറയുക. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീയ മരണമാണ്.
ആത്മീയ മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. വീണ്ടും വെളിപാട് പുസ്തകം പറയുന്ന മറ്റൊരു സത്യമുണ്ട്, രണ്ടാമത്തെ മരണം അഥവാ നിത്യമരണം എന്ന് പറയുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ നരകത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ മരണം എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശാരീരികമായി എല്ലാവരും മരിക്കും. അതേസമയം ആത്മീയമായി മരിക്കുന്നവര് വളരെ കുറച്ച് പേരെ, അല്ലെങ്കിൽ പാപം ചെയ്യുന്നവർ മാത്രമാണ് ആത്മീയമായി മരിക്കുന്നത്. അവരുടെ എണ്ണം ചിലപ്പം കൂടുതലായിരിക്കും. ആത്മീയമായൊരു മരണമുണ്ട്. അത് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന ഒരു മരണമാണ്. അതിനെ തിരുത്താനും മാനസാന്തരപ്പെടാനും ദൈവം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന വരപ്രസാദം എന്ന് നമുക്കറിയാം. ഈ ആത്മീയ മരണത്തിൽ നിന്ന് വീണ്ടും ജീവിക്കാനുള്ള അവസരമാണ്. അതേസമയം നിത്യമരണമാണ്. അത് ഇറിവോക്കബിൾ ആണ്. ഒരിക്കലും തിരിച്ചു നടക്കാനാവാത്ത ദുരന്തത്തിൻ്റെ കയമാണ് അത്. നിത്യമരണം, രണ്ടാം മരണം എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പലപ്പോഴും നമ്മൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും നല്ല മരണമുണ്ട്, ദുർമരണമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ നല്ല മരണം? ഒരാൾ കട്ടിലേ കിടന്ന് സമാധാനമായിട്ട് മരിച്ചാൽ നല്ല മരണം. അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്ന വഴിക്ക് പാലത്തേന്ന് തെന്നി താഴെ വീണ് മരിച്ചു, അത് ദുർമരണമാണ്. അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചു, അത് ദുർമരണമാണ് എന്നാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ചിലർ ആത്മഹത്യയെക്കുറിച്ച് ഇതേ പ്രതിസന്ധിയുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ അവരുടെ ആത്മാവ് നശിച്ചു പോയി, അതുകൊണ്ട് തന്നെ ദുർമരണമാണ് എന്ന് വിധിക്കാറുണ്ട്. വാസ്തവത്തിൽ എന്താണ് നല്ല മരണം, എന്താണ് ദുർമരണം? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. എന്താണ് ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. നാം മരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ അവസ്ഥയിലാണ് എങ്കിൽ അത് നല്ല മരണമാണ്. കട്ടിലേ കിടന്ന് മരിച്ചാലും ശരി, റോട്ടിൽ വണ്ടി ഇടിച്ച് മരിച്ചാലും ശരി, മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചാലും ശരി, എൻ്റെ ആത്മാവ് മരണനിമിഷത്തിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്ന അവസ്ഥയിൽ, വരപ്രസാദാവസ്ഥയിലാണെങ്കിൽ ആ ആത്മാവ് നല്ല മരണം ലഭിച്ച ആത്മാവാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ മരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് മരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ വരപ്രസാദാവസ്ഥയാണ് സന്മരണത്തെയും ദുർമരണത്തെയും നിശ്ചയിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് സഭാമാതാവ് പ്രത്യേകിച്ച് വിധികളൊന്നും പറയുന്നില്ല. ആത്മഹത്യ ചെയ്തവരെല്ലാം നരകത്തിൽ പോകും എന്നൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി തൻ്റെ മാനസികാവസ്ഥയിൽ വരുന്ന വൈകല്യങ്ങൾ കൊണ്ടെടുക്കുന്ന തെറ്റായ തീരുമാനമാണ് ആത്മഹത്യ എന്ന് പറയും. അത് മറ്റ് വിശ്വാസികൾക്ക് ഉതപ്പ് നൽകുന്നതായതുകൊണ്ട് അവരുടെ മൃതസംസ്കാരത്തെക്കുറിച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ സഭയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പണ്ടുകാലത്ത് അവർക്ക് തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സ്ഥലങ്ങൾ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ക്രമീകരണമൊന്നുമില്ല. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടും മറ്റ് വിശ്വാസികൾക്ക് ഈ സാധാരണ മരണവും ആത്മഹത്യയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും പോരുന്ന ചില നടപടിക്രമങ്ങൾ അവരുടെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് സഭ ഇപ്പോഴും നിഷ്കർഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ അത് ചാവുദോഷങ്ങളിൽ പെട്ടതായിട്ട് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ ആ നിമിഷത്തിലെ അവസ്ഥയും തീരുമാനമെടുക്കാനുള്ള കഴിവും ആ വ്യക്തിയെ നയിച്ച ചേതോവികാരങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ദൈവം അതേക്കുറിച്ച് തൻ്റെ വിധി പറയുന്നത് എന്നുള്ളതിനാൽ ആത്മഹത്യ ചെയ്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒരു വിധിയും തിരുസഭാ മാതാവ് പറയുന്നില്ല എന്നുള്ളതിനാൽ നമുക്ക് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന സത്യം ഓർക്കുക. വീണ്ടും മരണത്തിന് ശേഷം ആളുകൾ പുനർജനിക്കുമോ ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്ന മതവിഭാഗങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ കത്തോലിക്കാ സഭ പറയുന്നു അങ്ങനെ ഒരു പുനർജന്മം അസാധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്താണ്? ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജനനത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ എത്തിച്ചേരേണ്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയാണവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ പുനർജന്മങ്ങളില്ല എന്ന് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം
1013 ഖണ്ഡിക ഇതേക്കുറിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് സത്യം ഓർക്കും. ഇനി മരണത്തെക്കുറിച്ച് ഒരു ഉറക്കം എന്ന ഒരു കാഴ്ചപ്പാട് ബൈബിളിലുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസം അനുസരിച്ച് മരണത്തെ വെറും ഒരു ഉറക്കം എന്ന് കരുതാൻ പറ്റിയത് അത് ഒരുപക്ഷെ നെസ്തോറിയൻ പാഷണ്ഡതയുടെ ഒരു സ്വാധീനം മരണത്തെ ഉറക്കം എന്ന് വിശേഷിപ്പിക്കുന്നതിലുണ്ട്. തിമോത്തി 1 പാത്രിയാർക്കീസ് അപ്രകാരം പഠിപ്പിച്ചതായ ഒരു ചിന്തയുണ്ട്. ഏതാണേലും ബെനഡിക്റ്റ് 12 മാർപ്പാപ്പ ബെനഡിക്തൂസ് ദേവൂസ് എന്നുള്ള പ്രബോധനത്തിലൂടെ മരണം ഒരു ഉറക്കമല്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പ്രാർത്ഥനകളിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വിവരണങ്ങളിലൊക്കെ മരണത്തെ ഉറക്കത്തോട് താതാത്മ്യപ്പെടുത്തുന്നുണ്ട്. ലാസർ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ് എന്ന് ഈശോ പറയുന്നു. പക്ഷേ ആ ഉറക്കം അത് പ്രതീകാത്മകമായ മരണം ഒന്നിൻ്റെയും അവസാനമല്ല, അത് ഒരു പ്രത്യാശയുടെ പുതുജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രതീകാത്മക പദം മാത്രമായിട്ട് ഉറക്കം എന്നുള്ള സംജ്ഞയെ നമ്മൾ മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെടുക്കുന്ന ഏറ്റവും അവസാനത്തെ തീരുമാനം, അന്തിമമായ തീരുമാനമാണത്, നിർണായകമായ തീരുമാനമാണ്, മറിച്ച് തീരുമാനിക്കാനാവാത്ത തീരുമാനമാണ് ഈ മരണം എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ അന്തിമ തീരുമാനം എന്ന് പറഞ്ഞാൽ മരണനിമിഷത്തിലെ അവൻ്റെ മനോഭാവം അത് ദൈവത്തോടൊത്താണോ തിന്മയോടൊത്താണോ, ഇതാണ് അന്തിമമായ തീരുമാനം. അതുകൊണ്ടാണ് ചില സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് മരണം എന്നത് മനുഷ്യൻ സ്വീകരിക്കുന്ന 8ാമത്തെ കൂദാശയാണ്. കാരണം 7 കൂദാശകൾ സ്വീകരിക്കാൻ മനുഷ്യന് ദൈവം വരം കൊടുത്തു. 8ാമത്തെ കൂദാശ എല്ലാവരും സ്വീകരിക്കേണ്ട ആ കൂദാശയിലൂടെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ എത്തിച്ചേരുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. മരണത്തിന് നാം ഒരുങ്ങേണ്ടതുണ്ട്. മരണത്തെ നാം ഭയപ്പെടുന്നതിൻ്റെ കാരണം നാം അതിനു വേണ്ടി വേണ്ട രീതിയിൽ ഒരുങ്ങാത്തത് കൊണ്ട്. മനുഷ്യൻ മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് 85 വയസ്സ് കഴിയുമ്പോഴല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുകയും പെട്ടെന്നുള്ളതും ഒരുക്കമില്ലാത്തതുമായ മരണത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതുമായ പാരമ്പര്യം സഭയിലുണ്ട്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലുമ്പോൾ നാം 53 തവണയും ആവർത്തിക്കുന്ന ആ പ്രാർത്ഥനയാണ്. എന്താണ്? ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നാണ്. അതായത് ഈ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും മരണമെന്ന വാതിൽ കടക്കാൻ നമ്മെ സഹായിക്കുന്ന സംരക്ഷകരാണ് എന്ന് തിരിച്ചറിവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും ഓരോ ചിന്തകളും വാക്കുകളും മരണം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്ന് നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മത്തിൽ പ്രാർത്ഥിക്കുന്നില്ലേ? അതൊരു വലിയ സത്യമാണ്. നമ്മുടെ ഓരോ വാക്കും ഈ ഒരു മരണത്തിൻ്റെ ചിന്തയുണ്ടെങ്കിൽ കൂടുതൽ സൂക്ഷിച്ചേ നമ്മൾ പറയും. ഓരോ പ്രവൃത്തിയും നമ്മൾ കൂടുതൽ വിശുദ്ധമാക്കും മരണചിന്തയെ മനസ്സിലുണ്ടെങ്കിൽ. മരണചിന്ത എന്ന് പറയുന്ന ഒരു മോശം ചിന്തയല്ല, അതൊരു പേടിപ്പിക്കുന്ന ചിന്തയല്ല. ഞാൻ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നവനല്ല, നിത്യതയിൽ എത്തുന്നവനാണ് എന്നുള്ള ബോധ്യമാണ് മരണചിന്ത. പ്രിയപ്പെട്ടവരെ, ഇതര സത്യങ്ങളെക്കുറിച്ച്, വിധിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലം, സ്വർഗനരകം എന്നിവയെക്കുറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.